എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ മഹേഷും ഇഷിതയും ഇങ്ങനെ സംസാരിക്കുന്നതാണ്. ഇഷിത മഹേഷിനോട് പറയുന്നത് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരാൻ പറയുന്നു. അപ്പം മഹേഷ് പറയുന്നത് എന്ത് ചെയ്യാനാ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഗ്രിമെൻറ്റ് പറയേണ്ടി വരും, ഭാര്യയും ഭർത്താവുമായാലും എന്ത് എഗ്രിമെൻ്റ് എന്നൊക്കെ അവർ ചോദിക്കില്ലേ എന്ന് പറയുന്നു. അപ്പോൾ ഇഷിത ഇങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇഷിത പറയുക, നീ ഇതൊക്കെ എനിക്ക് വയ്യായിരുന്നു. അപ്പം അവൾക്ക് നല്ല ദേഷ്യം വരുന്നു. അവൾ പില്ലോയൊക്കെ എടുത്ത് മഹേഷിനെ എറിയുന്നു. അപ്പം മഹേഷ് പറയുന്നു, സാരമില്ല, ഇനി എന്തൊക്കെ വരാനിരിക്കുന്നു, മധുരപലഹാരങ്ങളൊക്കെ തിന്ന് നീ മടുക്കുമല്ലോ എന്ന് പറയുന്നത്. ബെഡിൽ നിന്ന് എഴുന്നേൽക്കണ്ട, റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ്. അപ്പോഴത്തേനും മോഹനവല്യ പ്രിയാമണി അങ്ങോട്ടേക്ക് വരികയാണ്. മാങ്ങയും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് കഴിക്കാൻ പറയുന്നു. അപ്പോൾ കൂടെ മോഹനവല്ലിയും സ്വപ്നവല്ലിയും കൂടെ വരുന്നു. അപ്പോൾ സ്വപ്നവല്ലിയും പറയുന്നു, കഴിക്കുമോളെ. അപ്പോൾ അവൾ പറയുന്നു, വേണ്ട വേണ്ട, ഇതൊക്കെ കൺഫേം ചെയ്തിട്ട് പോരെ എന്നൊക്കെ ചോദിക്കുന്നു. ഇല്ല, ഞങ്ങളിതെത്ര കണ്ടയാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഭയങ്കര ഇതൊക്കെ പറയുന്നു. മോളെ എന്നാൽ കഴിക്കുന്നും പറഞ്ഞിട്ട് പ്രിയാമണി ഇവരും പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ പ്രിയാമണി, മഞ്ജിമ, സ്വപ്നവല്ലി 3 പേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ ഓരോ ചർച്ച ചെയ്യുന്നു. ആണായാലും പെണ്ണായാലും എന്താ കൺമണിയായിരിക്കും എന്നൊക്കെ പ്രിയാമണി പറയുന്നു. എൻ്റെ മോളെ എല്ലാവരും മച്ചിയെന്ന് വിളിച്ചവളാണ്, ഇപ്പോൾ കണ്ടില്ലേ, എനിക്ക് അങ്ങനെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രിയാമണി പറയുകയാണ് അവിടെ ഇരുന്ന്. അപ്പം മഞ്ജിമ മഹേഷിന് പറയുന്നു, ഈ ഒരു 2 വിരൽ കാണിച്ചിട്ട് പറയും, ഈ വിരലൊന്ന് തൊടാൻ പറയുന്നു. അപ്പം സ്വപ്നവല്ലി ചോദിക്കുന്നു, അതെന്താ, ആണാണോ പെണ്ണാണോ എന്ന് അറിയാനാണോ, എന്തായാലും എന്താ എന്ന് പറയുന്നു. അപ്പം മഹേഷിനോട് പറയുന്നത്, തൊട്ടേക്ക് മോനെ എന്ന് പറയുന്നത്. അങ്ങനെ മഹേഷ് പോയി 2 വിരലും ഒന്നിച്ച് പിടിക്കുകയാണ്. അപ്പം മഞ്ജിമ പറയുന്നു, ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ തന്നെ, മഹേഷിനുണ്ടാകുന്ന ഇരട്ടക്കുട്ടി. അപ്പം മഹേഷ് ആകെ മഹേഷിന് അറിയാലോ ഇതൊന്നും ഒന്നുമില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇവർ ഇഷിതയാണെങ്കിൽ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടി, ഇതെങ്ങനെയും ഇതിൽ നിന്ന് ഊരണമല്ലോ. അങ്ങനെ അപ്പോഴത്തേനും ഡോക്ടർ വരികയാണ്. ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് അവരോട് പറയുന്നു, മോളെ ഈ പ്രഗ്നൻസിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടറോട് ചോദിക്കുകയാണ് പ്രിയാമണി. അപ്പോൾ പറയുന്നത്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല, എല്ലാ മാസവും ചെക്കപ്പ് ചെയ്യണം, അത് ഇഷിതയ്ക്ക് അറിയാമല്ലോ, ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഡോക്ടർ അകത്തേക്ക് പോകുന്നു. അപ്പോൾ ഇഷിത കാര്യങ്ങളൊക്കെ പറയുന്നു, ഇങ്ങനെ പ്രഗ്നൻ്റ് ആവില്ല എന്നും ഞാനും മഹേഷും തമ്മിൽ ഒന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പം ഇത് പ്രഗ്നൻസി ഇല്ല എന്ന് പറയണം, ടെസ്റ്റ് ചെയ്തെന്ന് പറയണമെന്ന് പറയുന്നു. അങ്ങനെ അവർ സംസാരിക്കും. പുറത്താണെങ്കിൽ ഇവരാകെ ഇഷിതയുടെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്, ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഡോക്ടർ പുറത്തേക്ക് വരും. അപ്പോൾ ഡോക്ടർ പറയുന്നു, ഇഷിത ഗർഭിണിയല്ല എന്ന് പറയുന്നു. അത് ബി.പിയുടെ വേരിയേഷൻ കൊണ്ട് തലകറങ്ങിയെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമാവുന്നു. സ്വപ്നവല്ലിയൊക്കെ നിന്ന് കരയുകയാണ്, പ്രിയാമണിയും. അച്ഛനാണെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നു. അപ്പോൾ എന്നാ പ്രിയാമണിയാണ് പറയുന്നത്, ഞാൻ എത്ര നാളായി ദൈവത്തെ വിളിക്കുന്നു, എൻ്റെ വിളി ദൈവം കേൾക്കുന്നില്ല, അങ്ങനെ പറയുന്നു. അവസാനം ഡോക്ടർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നു, എനിക്ക് മോളെ കാണാനുള്ള ത്രാണി ഇപ്പോൾ ഇല്ല. മഹേഷിനോട് പറയുന്നു, മോളെ നീ ആശ്വസിപ്പിക്കണം എന്ന് പറയുന്നു. അങ്ങനെ സ്വപ്നവല്ലി പ്രിയാമണി മോളുടെ അടുത്ത് ചെന്ന് ആശ്വസിപ്പിക്കുകയാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു, അമ്മ കരയണ്ട എന്ന് പറയുന്നു. അങ്ങനെ അമ്മ പോകാൻ പറയുന്നു. അങ്ങനെ എല്ലാവരും പോകുന്നു. പിന്നെ മഹേഷ് അകത്തേക്ക് വരുന്നു. എന്തായാലും എല്ലാവർക്കും ഭയങ്കര സങ്കടമായി എന്നുള്ള കാര്യമൊക്കെ മഹേഷ് പറയുകയാണ്. ഓ ശരി, അപ്പോൾ ഓഫീസിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നു. പോകുന്നുണ്ടെന്ന് പറയുന്നു. എനിക്ക് മഹേഷ് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഇല്ല, എനിക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇഷിത പറയുന്നു, ഇന്ന് വരാൻ പറ്റില്ല, എനിക്ക് ഇച്ചിരി ജോലിയുണ്ടോ. ശരി, എങ്കിൽ വന്നിട്ട് പറയാമെന്ന് പറയുന്നു. അങ്ങനെ ഇഷിതയും മഹേഷും അവരവരുടെ കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്ന വിനോദിനെയും ആകാശിനെയാണ്. അപ്പം ആകാശ് പറയുന്നത്, എന്താ തീരുമാനം, നീ മിനിസ്റ്റർ ഇതിൽ നിന്നും പിന്മാറുകയാണോ. അതേന്ന് പറയാം, അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു. അയാളുടെ ഭീഷണിയൊന്നും എനിക്ക് ഏൽക്കത്തില്ല, ഞാൻ ഡൽഹിയിൽ നിന്നുള്ള വന്ന ആളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആകാശ് പറയുന്നു, അങ്ങനെയൊന്നും പറയില്ല, നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ വിനോദ് അതിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ ആകാശിനും പണിയാവുന്ന ആകാശിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആകാശ് നയത്തിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേനാണ് മഹേഷ് വിനോദിനെ വിളിക്കുന്നത്. അപ്പം ഏട്ടാ എന്താണെന്ന് ചോദിക്കുന്നു. നീ എവിടെയുണ്ടെന്ന് ചോദിക്കാൻ, ഇവിടെ അടുത്തുണ്ടെന്ന് പറയുന്നത്. എനിക്ക് കാണണം എന്ന് പറയുന്നു. ഓഫീസിലേക്ക് വരാൻ പറയുന്നു. അങ്ങനെ വരാമെന്ന് പറയുന്നു. അപ്പം വിനോദ് ആകാശിനോട് പറയുന്നത്, എന്നെ ഞാൻ പോട്ടെ, ഏട്ടൻ വിളിച്ചെന്ന് പറയുന്നു. അപ്പം വിനോദ് അങ്ങ് പോവുകയാണ്. അപ്പോൾ ആകാശ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇത് ഏട്ടനും അനിയനും ഒന്നിച്ച് കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാകും, അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധി എനിക്ക് തെളിയിച്ച് തരണമെന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കും. പക്ഷെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ, വിനോദിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ശരിക്കും അനുഗ്രഹയുടെ അടുത്ത് പെണ്ണ് കാണാനാണ്. വിനോദിനെ ശരിക്കും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ അനുഗ്രഹ ചായമായിട്ട് വരുന്നു. അപ്പോഴാണ് മഹേഷ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ
വിനോദ് വെട്ടിത്തുറന്ന് തന്നെ പറയുകയാണ് എനിക്ക് വേറൊരാളെ ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യങ്ങൾ അവിടെ പറയുകയാണ്. അപ്പോൾ അവിടെ ആകെ പ്രശ്നങ്ങളാകുന്ന സീനുകളിലാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യും നാളത്തെ എപ്പിസോഡിനായി. ഓക്കെ, ബൈ.